അല്ല ശിവേട്ടൻ പണ്ടറ ബുദ്ധിക്കാരനല്ലേ? ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. ബിഗ് ബോസ് പോലുള്ള ഒരു ഷോയില് കൂടുതലും ആക്ടിംഗ് ഫീൽഡിലുള്ളവരാണ് വരുന്നത് താരതമ്യേന. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ മാറിയിട്ട് സമൂഹത്തിലുള്ള എല്ലാ ആളുകളും വരണം എന്ന് തോന്നുന്നുണ്ടോ? അത് ഞാൻ ഇതിന് ആൻസർ പറയുന്നില്ല. എന്താ അണ്ണാക്കിൽ വല്ലതും പോയാ? അണ്ണാക്കിലൊരു പ്രാണി ഇതുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല ഈ ക്വസ്റ്റ്യൻ. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. പറഞ്ഞോ സാറേ, നമുക്ക് സമയം നമുക്ക് പോണ്ടേ? ഇല്ല, സമയമുണ്ട്, പറഞ്ഞതാ. എന്താണെന്നറിയാമോ, എനിക്ക് ആ ചോദ്യത്തിന് സാങ്കത്യം മനസ്സിലായില്ലേ? അവരെ ചുറ്റി വളച്ചു തിരിച്ച് സ്ട്രൈറ്റ് ചോദ്യം മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ പോരെ? അതിന് ഒരു കള്ളന്റെ ചോദ്യം ഒരു സബ് ഇൻസ്പെക്ടർക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ അത് ഡിപ്പാർട്ട്മെന്റിന്റെ ഇമേജിനെ തന്നെ ബാധിക്കും. മിക്കവാറും ഈ ടീച്ചർമാരായിട്ട് വരുന്നത് ഈ BEd കാരാണ്. അവര് തന്നെ പരിപാടി അതല്ല ഇവിടെ ചോദിച്ചു മറുപടി. അതുകൊണ്ട് ബാക്കിയുള്ളവര് അതിനകത്ത് വരുന്നില്ല. പണ്ട് ഇതുപോലെ തന്നെ ചിറാപ്പുഞ്ചിൽ വെച്ച് അതല്ല ഇവിടെ ചോദിച്ചു മറുപടി പറ. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല സാറേ, കറക്റ്റ് ആയിട്ട് പറഞ്ഞതാ. അല്ല, അതൊരു മുട്ടാപ്പോ ക്യാൻസർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നീ നേരത്തെ സബർജലിക്ക് വേണമെന്ന് പറഞ്ഞല്ലേ? സംസാരിക്കില്ലല്ലോ. എന്തുകൊണ്ടാണ് ഈ വെറുതെ പറന്നു പോണ കിളിയെ എണി വെച്ച് പോയി പിടിക്കണ്ട. വെറുതെ പറന്നു പോണ കിളിയെ എണി വെച്ച് പോയി പിടിക്കണ്ട. അത് എനിക്കുള്ള കിളിയാണ്. അങ്ങനെയുള്ള ആളുകൾ കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ അവര് കൂടുതൽ നാളുകളെ ആക്ട് ചെയ്ത് നിക്കില്ല എന്നുള്ളത് എന്താ ഉറപ്പ്? അല്ല, അത് പിന്നെ മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അതന്നെ അത്രേ ഞാൻ ചോദിച്ചു. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? എന്തെങ്കിലും ഡിസ്ക്രിമിനേഷൻ കാണിച്ചതായിട്ട് അനീഷിന് തോന്നി? ഇല്ല, എനിക്ക് തോന്നിയിട്ടില്ല. ഇവരെല്ലാം ആൻസർ ഉണ്ട്. പക്ഷേ അല്ലല്ല, അങ്ങനെ പോവാൻ വരട്ടെ. എന്റെ പട്ടി വരും. വീട്ടിൽ ചെന്ന പിള്ളേരുടെ ചോദ്യം, ഇവിടെ വന്ന സാറിന്റെ ചോദ്യം, എന്നിട്ട് ഞാൻ ഇവർ രണ്ടുപേരുടെ മുന്നിൽ ചോദ്യം എന്നെ പോലെ നിൽക്കുക. ഇത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ പണ്ടേ ഞാൻ കളക്ടറായനെ. അപ്പൊ തുപ്പാമെന്നല്ലേ? തുപ്പാമെന്നതല്ല, എന്റെ തടി തപ്പാമെന്നാ. പക്ഷേ ഇവരൊക്കെ പലപ്പോഴും നാടകം കളിക്കുന്നതായിട്ടും അഭിനയിക്കുന്നതായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് പറയുമ്പോ എന്താ പോകുന്നേ? ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കുന്നത്. സെൽഫ് കൺട്രോൾ. ഓഹോ, നീ സ്വയം നിയന്ത്രിച്ചു നിന്നതല്ലേ? ഇങ്ങനെ മിണ്ടാൻ പറ്റാൻ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. ഞാനൊരു ചോദ്യം ചോദിച്ചപ്പോ അത് ആൻസർ പറയില്ല എന്ന് പറയുന്നു, പിന്നെ അവിടെ പോയി നിൽക്കുന്നു. ഇതെന്ത് മര്യാദ? ഇങ്ങോട്ട് ഇറങ്ങി വാടാ എരപ്പാളി. തന്തക്ക് പിറന്നവനാണെങ്കിൽ ഇറങ്ങി വാടാ. 12 ആനി അതിന്റെ തോറ്റും തരാന്ന് പറഞ്ഞാലും ഇനി അങ്ങോട്ട് ഞാനില്ല. പോയോർത്തോളം മതിയായി. തടി ബാക്കിയായത് തന്നെ റബ്ബിന്റെ കാവല്.